നല്ല ഗുണങ്ങളാണ് എന്നാണ് കരുതുന്നത്. They think disrespecting people is good. അവർ വിചാരിക്കുന്നു മനുഷ്യനെ അപമാനിക്കുന്നത്, അവരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്നത് നല്ല ഗുണമാണ് എന്നവർ വിശ്വസിക്കുന്നു. They think attacking people who are weaker than you is good. നമ്മളെക്കാൾ ശക്തിയില്ലാത്ത ദുർബലരായ ജനങ്ങളെ ആക്രമിക്കുന്നത് നല്ല ഗുണമാണ് എന്നവർ ധരിക്കുന്നു. But that is not the spirit of Kerala. പക്ഷേ കേരളത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതല്ല. And I am saying this because you have taught me this. കാരണം ഞാനിത് പറയുന്നത് നിങ്ങളാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. You have taught me that humility is more powerful than arrogance. നിങ്ങളാണ് എന്നെ അഹങ്കാരത്തെക്കാൾ നല്ലത് വിനയമാണ് നല്ലത് എന്ന് പഠിപ്പിച്ചത്. You have taught me that love is more powerful than hatred. നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് വെറുപ്പിനേക്കാൾ വലിയ ശക്തി സ്നേഹത്തിനുണ്ട് എന്ന് പഠിപ്പിച്ചത്. You have taught me that kindness defeats nastiness every time. നിങ്ങളാണ് എന്നെ പഠിച്ചത് കരുണ അതില്ലാത്തത് അതിനെതിരായിട്ട് നിൽക്കുന്നതിനെ എല്ലാത്തിനെയും അതുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പഠിപ്പിച്ചത്. And you carry this. It has come to you from your parents, from their parents, from their parents. It has come to Kerala from thousands of years ago. നിങ്ങൾക്കിത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തലമുറകളായി കൈമാറി കിട്ടിയിരിക്കുന്ന ഒന്നാണ് ഈ വികാരം. Respecting each other, respecting all religions, respecting people who don't agree with you. These are values that are deeply ingrained in the people of Kerala. നമ്മുടെ കേരളത്തിന്റെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പടർന്നിരിക്കുന്നതാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നവരെ, പരസ്പരമായിട്ടുള്ളവരെ ബഹുമാനിക്കുക, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ ആശയമുള്ളവരെ ബഹുമാനിക്കുക, നമ്മുടേതല്ലാത്ത മറ്റ് മതങ്ങളിലുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളത്. When a young girl goes abroad, works in a hospital as a nurse, she carries these values with her. ഒരു നഴ്സ് കേരളത്തിൽ നിന്ന് പുറത്തുപോയി അവർ ഈ ആതുര രംഗത്ത്, അവർ ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ കേരളത്തിന്റെ ആത്മാവിനെയാണ് അവർ പ്രതിദാനം ചെയ്യുന്നത്. She carries humility, she carries kindness, she carries love with her. അവർ സ്നേഹം, കരുണ, അതുപോലെ തന്നെ വിനയം എല്ലാത്തിനെയും അവർ കേരളത്തിൽ നിന്ന് അവരുടെ പ്രതിദാനം ചെയ്യുന്നു. That is why Kerala nurses are respected. അതുകൊണ്ടാണ് കേരളത്തിലെ നഴ്സുകളെ ബഹുമാനിക്കപ്പെടുന്നത്. Anybody can become a skillful nurse. It's not difficult. ആർക്കാണെങ്കിലും ഒരു നഴ്സായിട്ട് മാറാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല. But a nurse who is compassionate, a nurse who has true feeling for other people, a nurse who protects people, that is a completely different thing. പക്ഷേ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ മറ്റു ആൾക്കാരെ സംരക്ഷിക്കുന്ന മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക്, നഴ്സുമാർക്ക് വലിയ ബഹുമാനം ലഭിക്കും. I am telling you my personal experience. My mother is sick in a hospital right now. I've come to Kerala. I've left my mother in the care of Kerala's nurses. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ അമ്മ സുഖമില്ലാതെ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഞാനിപ്പോൾ കേരളത്തിൽ വരുമ്പോൾ എൻ്റെ അമ്മയെ പരിചരിക്കുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരാണ്. I know without any doubt that they will look after her. എനിക്ക് ഒരു സംശയവുമില്ല, അവർ എൻ്റെ അമ്മയെ പരിപൂർണമായി സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. I know they will be kind. I know they will be kind. എനിക്കറിയാം അവർ കാരുണ്യത്തോടു കൂടിയായിരിക്കും എൻ്റെ അമ്മയെ സംരക്ഷിക്കുന്നത്. And that is important in life. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. And your chief minister should have these values. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. The prime minister should have these values. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ കരുണയുടെ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. Because these are the values of our country. കാരണം ഇത് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ തന്നെയാണ്. This is the strength of our country. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. When a person from any religion can walk comfortably in Kerala, can feel secure in Kerala, this is something that we should be really proud of. ഈ നാട്ടിൽ കേരളത്തിൽ ഒരു മനുഷ്യന് ഭയരഹിതമായി നടക്കാൻ കഴിയുമെങ്കിൽ, ഏതു മതത്തിൽപ്പെട്ടവനും ഭയരഹിതമായി നടക്കാൻ കഴിയണമെങ്കിൽ അതാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. That is what all our religions say. That is what the great leaders of Kerala has always said. അതുമാണ് നമ്മുടെ എല്ലാ മതങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. Narayana Guru did not say kill people, hurt people, be arrogant. He said be humble, be compassionate, be loving. നാരായണ ഗുരു ഒരിക്കലും മനുഷ്യനെ അപമാനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല.
അവരോട് അഹങ്കാരത്തോടു കൂടി പെരുമാറണം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. And that is the type of government that the UDF wants to give Kerala. അങ്ങനെ ഒരു ഗവൺമെന്റിനെയാണ്, ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ UDF ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. A government that protects the people, listens to the people. ജനങ്ങളെ സംരക്ഷിക്കുന്ന, അവരെ കേൾക്കുന്ന ഒരു ഗവൺമെന്റിനെ UDF ഗവൺമെന്റ് ആക്കണം. Everybody makes mistakes. എല്ലാവർക്കും അവർക്ക് പറയാനുള്ളത് എല്ലാവരെയും കേൾക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്. A government that is ready to accept its mistakes. ഒരു സർക്കാർ അവരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ. Most important, a government that respects and listens to every single person in Kerala. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഓരോ മനുഷ്യനെയും ബഹുമാനിക്കുകയും കേൾക്കാനും കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവണം. We are going to go through a very difficult time. നമ്മൾ ഒരു വലിയ വിഷമഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകാൻ തുടങ്ങുന്നത്. You see what is going on in the Middle East. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. There is an economic earthquake that is coming. നമ്മുടെ ഒരു സാമ്പത്തിക ഭൂമി കുലുക്കം പോലെ ഒന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. It is visible. Fuel prices, petrol prices are going to skyrocket. നമ്മൾക്കത് കാണാൻ കഴിയും. ഈ രാജ്യത്തെ ഊർജത്തിന്റെ, പെട്രോളിന്റെയും ഡീസലിന്റെയും ഉൾപ്പെടെയുള്ള വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. I want to ask Narendra Modi and your Chief Minister, what actions have you taken to protect the people of Kerala and the people of India from this earthquake that is coming? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും വലിയ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ജനങ്ങളെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. In these difficult times, we need leaders who listen. നമുക്ക് ഏറ്റവും ഇത്തരത്തിലുള്ള വിഷമഘട്ടത്തിലാണ് നമുക്ക് ഈ സർക്കാരിനെ ആവശ്യം. Who are sensitive, who are compassionate, who believe in other human beings, not only in themselves. അവർക്ക് കരുണയോടുകൂടി കാണുന്ന, ഇതിന് മറ്റുള്ളവരെ പരിഗണിക്കുന്ന, അതിന് പരിഹാരമുണ്ടാക്കുന്ന ആൾക്കാരെ നമുക്ക് ആവശ്യം. And that is really what this election is about. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സംബന്ധിച്ച ചോദ്യം തന്നെയാണ്. You have come here today to listen to me in this heat. നിങ്ങൾ ഇന്ന് ഇത്രയും വലിയൊരു ചൂടിൽ ഇവിടെ ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. Thank you very much for coming. നിങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. And all my love to everybody. നിങ്ങളോട് എല്ലാവരോടുമുള്ള സ്നേഹം ഞാൻ പറയുന്നു. നന്ദി.